ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? മനസ്സിലായോ? അവിടെ അമ്മച്ചിയാട്ടോ ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. അവിടെ അമ്മച്ചി കിട്ടി, മുതല് കിട്ടി. രക്ഷപ്പെട്ടല്ല എന്റെ മേടിച്ചോ. നിന്റെ തള്ളയ പോലെ തങ്കുന്റെ ജട്ടിയും കഴുകി തങ്കു കൊണ്ടുവരുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കിടന്നു കൊടുക്കുന്ന അലവലാതി തള്ളയല്ല. മനസ്സിലായോടി? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? വിധവ തന്നെയാണ് അവരും. പക്ഷേ നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേ എന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളുമല്ല. എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേയറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. കൗതുക ലേശം കൂടുതലാണ്. ഈ പറയുന്ന രീതിയിൽ നീ എന്റെ ഉമ്മായെ പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറയണത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഇപ്പൊ ശരിയാണ് ഇതിങ്ങനെ പറയണേ? ഇതല്ലേ നമ്മുടെ ഉമ്മായൊക്കെ എന്തിനാ വിളിക്കുന്നേ? നമ്മളായിട്ട് നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. എത്ര ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും ചായയും പഞ്ഞും ചായയും കൊണ്ടുവന്ന് അണ്ണാക്കി കുത്തി തിരികെ റൂമും തുറന്നു കൊടുത്ത് മോളെയും കൂടെ റൂമിനകത്തേക്ക് തള്ളുന്ന അടുത്ത തള്ള നിന്റെ തള്ളയാണ്, എന്റെ തള്ളയല്ല. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങണത് ശീലമില്ലാത്തൊരു കാര്യം. ആ നാട്ടുകാർ മുഴുക്ക പറയുന്നു, എന്തിന്? ആ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അച്ഛൻ പറയല്ല, CCTV എടുത്താ അറിയാം. വണ്ടികൾ വരുന്നു, 4 ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകും. നമുക്കിട്ടൊരു പണി വന്ന നമ്മളത് പണി, ആരാണെങ്കിലും പണി, വീട്ടിൽ കയറി പണി. ബിഷപ്പിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വേശ്യാലയം പണിത് അവൾക്ക് വേശ്യാവൃത്തി ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തത് ഈ ബിഷപ്പാണ്. പറ്റിപ്പോയടാ, തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3 or 4 മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളതാണ്. 3 or 4 ഭർത്താക്കന്മാരുള്ളത് എനിക്കല്ലടി, നിനക്കാണ്. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. എന്റെ കൂടെ ഇതവരെ ഒരാണുങ്ങളെ ആരും കണ്ടിട്ടില്ല. എന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു മനുഷ്യനെ എന്റെ കൂടെ ഇന്നവരാരും കണ്ടിട്ടില്ല. സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് കിട്ടി. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിനക്ക് വയറ്റിലാക്കി തന്ന നീ ആയിട്ട് മാനസികമായി തകർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ബാംഗ്ലൂരിൽ പോയി നീ മീറ്റ് ചെയ്ത ആ ചെറുക്കന്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ഞാൻ വരാം. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ദിവസങ്ങളിൽ നിന്റെ കള്ളമാപ്പിളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.